ഭഗവാനെ, ചെറിയാച്ചന്റെ വീട്ടിൽ നിന്നാണല്ലോ ഭക്തിഗാനം കേൾക്കുന്നത്. കുഴഞ്ഞോ? ആ ദുർബല ഹൃദയം എല്ലാം പറഞ്ഞെന്നാ തോന്നുന്നത്. ഞാൻ ഇനി ആ പെണ്ണും പിള്ളേ എങ്ങനെ ഫേസ് ചെയ്യും? അയ്യോ, ഇന്ന് തന്നെ ഞാൻ ടോമച്ചൻ എഴുതുന്നുണ്ട്. അപ്പച്ചൻ വെള്ളം അടിച്ചേച്ച് വിക്സ് ഗുളിക തിന്നുന്നതും ഏപ്പടം കാണുന്നതുമെല്ലാം അവനും കൂടെ ഒന്ന് അറിയട്ടെ. അമ്മച്ചി ഒന്ന് പതുക്കെ, അയൽവക്കക്കാര് കേൾക്കും. അയൽവക്കക്കാര് കേൾക്കാതിരിക്കാനല്ലേ ഭക്തിഗാനം വെച്ചിരിക്കുന്നത്. എന്നിട്ടും കേൾക്കുന്നെങ്കിൽ ഒറ്റ കൂട്ടി വെച്ചോ. പെൻഷൻ അങ്ങോട്ട് എന്ന് മേടിക്കുന്നതേ ഇന്നത്തോടെ നിർത്തിക്കോ. കൂട്ടുകാരനെയും പുറത്തേക്ക് ഇറക്കാതിരിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ നിങ്ങളൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ലെന്നാണോ പറയുന്നത്? കുടിച്ചു, മൂക്കറ്റം കുടിച്ചു. കഴിഞ്ഞ വർഷം അറ്റാക്ക് വന്നതിന് ശേഷം ഇനി ഒരു തുള്ളി കുടിച്ചു പോരെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഞാൻ നിന്റെ നെറുകെ തൊട്ടല്ലേ സത്യം ചെയ്തത്, മദ്യം ഞാൻ കൈകൊണ്ട് തൊടില്ലെന്ന്. അതിനുശേഷം നിന്നാണ്, നമ്മുടെ 2 മക്കളാണ്, മദ്യം ഞാൻ ഈ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. അറിയാവോ? ആണയിട്ട അത് തെറ്റിക്കുന്ന ആളല്ല ചേട്ടനെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ സുമി നീ എന്നെ സംശയിച്ചത്? കുടിച്ചിട്ടില്ലെന്നുള്ളത് ഉള്ളതായിരിക്കും, പക്ഷെ സിനിമ കണ്ടു കാണും, അത് ഉറപ്പാ. കണ്ടോ കണ്ടോ, ഇതാ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. കുടലെടുത്ത് കാണിച്ചാൽ തിരുപ്പനാണെന്ന് പറയും. വിശ്വാസമില്ല, നീ ആ തമ്പി ഫോൺ ചെയ്ത് ചോദിക്കും. 5 മണി വരെ ഞങ്ങൾ അയാളുടെ ക്യാബിനിലുണ്ടായിരുന്നു. തമ്പി സാർ ഇന്നലെ ഇവിടെ വന്നിട്ട് പോയതല്ലേ? എന്നും കാണുന്നവർ തമ്മില് എന്തെത്ര സംസാരിക്കാനുള്ളത്? അയാൾ ഉടനെ റിട്ടയർ ആകുകയല്ലേ. പെൻഷൻ പേപ്പേഴ്സ് ഒക്കെ എങ്ങനെയാ ശരിയാക്കേണ്ടെന്ന് ചോദിക്കായിരുന്നു. ഇടയ്ക്ക് ഇത്തിരി നേരം മോന്റെ കല്യാണ കാര്യം വന്ന് വീണു. പിന്നെ നാടകഭ്രാന്തരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്ന അറിയയില്ല. ഡിപ്പാർട്ട്മെന്റിൽ നാടകം കളിച്ചതിന്റെ ചരിത്രം കുറെ വിളമ്പി. ടെറസ് തുണി വല്ലതും ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടോ? എന്താ മഴ പെയ്യോ? പിന്നെ 4.25 സെന്റിമീറ്റർ ഉണങ്ങിയ തുണി നനയാനത് ധാരാളം മതി. പോയെടുക്കൂ. ആ, കപിൽ ദേവ് വന്നല്ലോ. ഇനി മോഹൻലാൽ എപ്പോഴാണാവോ വരുന്നത്? അച്ഛൻ കളിയാക്കൊന്നും വേണ്ട. ഒരു ദിവസം ഇന്ത്യക്ക് വേണ്ടി ഞാൻ കളിക്കാൻ ഇറങ്ങുമ്പോ അച്ഛൻ ഞെട്ടരുത്. ഇന്ത്യക്ക് വേണ്ടി ഇനി നീയും കൂടെ കളിക്കാത്ത കുറവേ ഉള്ളൂ. കളിച്ച് കളിച്ച് സമ്മാനമൊക്കെ വാരി കൂട്ടിയിട്ട് ഇന്ത്യ എന്ത് കേടാനാ? സ്പോർട്സ് കോട്ടയിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടോടാ ഇന്ത്യ? സ്പോർട്സ് എന്ന് കേൾക്കുമ്പോ അച്ഛനും അമ്മയ്ക്ക് എന്താ ഇത്ര അലർജി? മനുഷ്യനായ ശകലം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ വേണം. ഞങ്ങൾക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലായിരുന്നെങ്കിലേ നീയൊക്കെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. മൂത്തവൻ മിമിക്രി, രണ്ടാമത്തവൻ മാക്രി. നമ്മുടെ മക്കള് രണ്ടും പാഴായി പോയല്ലോടെ സുമി. അതെ അതെ, തന്ത പെൻഷൻ പറ്റി ഷെഡിൽ കയറിയിട്ട് വർഷം 1 കഴിഞ്ഞു. എന്നിട്ടും മക്കൾ ഇപ്പോഴും കളിച്ചു നടക്കുക. നിങ്ങൾ കല്യാണം കഴിക്കാൻ താമസിച്ചത് ഞങ്ങളുടെ കുഴപ്പമാണോ? പോടെ മറുതല പറയാതെ. വിവരദോഷി. അച്ഛാ, നാളെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ. അവരെ പ്രസന്റേഷൻ മേടിക്കാൻ എനിക്കൊരു 200 രൂപ വേണം. കഴിഞ്ഞ ആഴ്ചയിൽ നീ ആരുടെയോ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് 100 രൂപ മേടിച്ചോണ്ട് പോയല്ലോ. എല്ലാ കൂട്ടുകാരുടെയും ബർത്ത്ഡേക്ക് സമ്മാനം മേടിച്ചു കൊടുക്കാൻ നീ ആരാ? ചാൾസ് രാജകുമാരനോ? 10 പൈസ തരില്ല. ഇല്ലെങ്കിൽ വേണ്ട. അച്ഛൻ പെൻഷൻ മേടിച്ചോണ്ട് ഒരിടത്ത് കയറുന്നത് കണ്ടല്ലോ. എങ്ങോട്ട് കയറുന്നുണ്ടെന്നാ? തമ്പിയുടെ ഓഫീസിലായിരിക്കും അല്ലേ? അല്ല, പടം കാണുവാൻ അച്ഛനും മങ്കിലും കയറിയേ. സന്തോഷേ, കാശ് തരാം, സത്യമായിട്ട് അച്ഛൻ തരാം. അച്ഛൻ പേടിക്കണ്ട കേട്ടോ. സിനിമ കണ്ട കാര്യം ഞാൻ പറയത്തില്ല. ഞങ്ങള് സിനിമയ്ക്ക് കയറുന്നത് മക്കൾ എങ്ങനെ കണ്ടു? അച്ഛന്റെ തൊട്ടുപിറകിലത്തെ സീറ്റിൽ ഞാനും ഉണ്ടായിരുന്നു. എന്താമേ? അച്ഛൻ ആപ്പിൾ മേടിക്കണോന്ന് പറഞ്ഞിട്ട് മേടിച്ചോ? മേടിച്ചു. കിലോയ്ക്ക് പിന്നെ 2 രൂപ കൂടി. അല്ല, എനിക്ക് അറിയാൻ വയ്യ എന്റെ ചോദിക്കുക. അച്ഛൻ എന്തിനാ അങ്ങനെ സ്ഥിരമായിട്ട് ആപ്പിൾ കഴിക്കുന്നത്? സിനിമയിൽ അഭിനയിക്കാൻ വല്ല പരിപാടി ഉണ്ടോ? കഴിഞ്ഞ വർഷം അറ്റാക്ക് വന്നപ്പോ ഡോക്ടർ പറഞ്ഞതാ, ആഹാരത്തിന് മുൻപ് മുടങ്ങാതെ 2 ആപ്പിൾ കഴിക്കണമെന്ന്. എന്റെ കൂടെ പഠിക്കുന്ന ചാർലിയുടെ ഫാദറിന് 2 തവണ അറ്റാക്ക് വന്നതാ. എന്നിട്ട് ആപ്പിൾ കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞില്ലല്ലോ. അതിന് അച്ഛന്റെ ഡോക്ടറാണോ അയാളെ ചികിത്സിച്ചത്? ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ചിലപ്പോ ആപ്പിൾ കഴിക്കേണ്ട അറ്റാക്ക് ആയിരിക്കും നിന്റെ അച്ഛന് വന്നത്. ഓ, ഇതായിരിക്കും ആപ്പിൾ അറ്റാക്ക് അല്ലേ? മഹേന്ദ്രൻ തമ്പിയാണ്. ഞാനാണ് ഓമനക്കുട്ടൻ. അതെ, സുമിത്ര വിളിക്കുകയാണെങ്കിലേ ഇന്ന് ഞാനും ചെറിയാനും തന്റെ കൂടെ ഓഫീസിലുണ്ടായിരുന്നത് പറയണം. എന്താ ഏടാകുടമല്ലോ ഒപ്പിച്ചോ? ഒപ്പിച്ചു. ആ കഴുത ചെറിയാനത് കുളവാക്കി. സൂസന്നെ കൊണ്ട് ഭക്തിഗാനവും വെപ്പിച്ചു. അയ്യോ, ഇന്ന് ടൗൺ ഹാളിൽ ഒരു നാടകമുണ്ട്. ചെറിയാച്ചനെയും കൂട്ടാമെന്ന് കരുതി ഞാൻ 2 ടിക്കറ്റ് എടുത്തു പോയല്ലോ. ചെറിയാച്ചന് വേണ്ടി എടുത്ത ടിക്കറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അയാളെ അടുത്ത കാലത്തൊന്ന് സൂസൻ അഴിച്ചു വിടുമെന്ന് തോന്നില്ലടോ. ശരി, ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. ഓക്കെ. പറയുന്ന കൊണ്ട് നിനക്ക് വിഷമം ഒന്നും തോന്നണ്ട. നീ നാടകത്തിന് കളയുന്ന കാശുണ്ടായിരുന്നെങ്കിൽ സതിക്ക് വല്ല ആഭരണം ഉണ്ടാക്കി വെക്കായിരുന്നു.
അമ്മയുടെ വർത്തമാനം കേട്ടാ തോന്നും അവക്ക് ആഭരണങ്ങളെ ഇല്ലെന്ന്. ഇല്ലെന്നല്ലടാ, വരുന്നവരെത്രയാ ചോദിക്കാന്ന് ആർക്കാ നിശ്ചയം? വരുന്നവര് ചോദിക്കുന്നതൊക്കെ കൊടുക്കാനേ അവളെന്താ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണോ? സമയമാവട്ടെ, അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. സമയം ഇതാന്ന് പറയുന്നതിന് മുമ്പ് അങ്ങ് പോവും. ജയന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ കാര്യത്തിനും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. രാജലക്ഷ്മിക്കോ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ 2 മക്കളുടെയും കല്യാണം എനിക്ക് കാണണം. അതോർത്ത് അമ്മ വിഷമിക്കണ്ട. ജയമോഹന്റെയും സതിയുടെയും കല്യാണവും കണ്ട് എന്റെ പേരക്കുട്ടികളെയും താലോലിച്ച് അവരുടെ കല്യാണവും കണ്ടിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും. പോടാ അവിടുന്ന്, നിന്റെ ഒരു വർത്തമാനം. അല്ല, ട്യൂഷൻ കഴിഞ്ഞ് സതി വന്നോ? നന്നായിട്ടുണ്ടോ അച്ഛാ? കുഴപ്പമില്ല, നന്നായിട്ട് സാധകം ചെയ്യണം. ആ, അച്ഛൻ ഇന്നൊരു നാടകത്തിന് പോന്നു. മോള് വരുന്നോ? എത്ര മണിക്കാ? 7 മണിക്ക്. അയ്യോ ഞാനില്ല. വൈകുന്നേരം ഒരുങ്ങി നിക്കണെന്നും പറഞ്ഞിട്ടാ ജയേട്ടൻ പോയത്. എന്താ വിശേഷിച്ച്? അച്ഛന്റെ ഓഫീസ് പോലെയല്ല ബാങ്ക്. അവർക്ക് 28-ാം തീയതി തന്നെ ശമ്പളം കിട്ടും. 3 ദിവസമായിട്ട് ശമ്പളം കൈവച്ചോണ്ട് കറങ്ങി നടക്കുക ജയേട്ടൻ. നശിച്ച ട്യൂഷൻ കാരണം കൂടെ ചെല്ലാൻ സമയം കിട്ടണ്ടേ? ശമ്പളം മുഴുവൻ തീർക്കാതെ ചേട്ടനെ അനിയത്തിക്ക് ഉറക്കം വരില്ലല്ലേ? ചേട്ടന്റെ കല്യാണം കഴിയുന്നവരെയുള്ള അടിച്ചുപൊളിയല്ലേ ഉള്ളൂ. എന്താ? സിംഗപ്പൂർ റിട്ടേൺ രാജശേഖരൻ തമ്പിയുടെ അരുമ മകൾ മാലിനി തങ്കച്ചി എന്റെ ചേട്ടത്തിയമ്മയെ വന്നു കയറിയ പിന്നെ എന്റെ ഭരണം വല്ലതും നടക്കും അച്ഛമ്മേ. ഈ പെണ്ണിന് വെളച്ചിന് കുറച്ച് കൂടുന്നുണ്ട്. ദാ ചേട്ടൻ വന്നു. അയ്യോ ഇറങ്ങണ്ട, ഞാൻ റെഡി. എടി, ഡ്രസ് ഒന്ന് മാറി ചായ കുടിക്കട്ടെ. ചായ നമുക്ക് ഷോപ്പിങ്ങിന് പോകുന്ന വഴിക്ക് കുടിക്കാം. പിന്നെ ഡ്രസ്സ് മാറാൻ പെണ്ണ് കാണാനൊന്നല്ലല്ലോ പോകുന്നത്. അധിക പ്രസംഗം പറയാം, വണ്ടിയെ കയറ്. നീ ഒരുത്തനായി പെണ്ണിനെ ഇങ്ങനെ വഷളാക്കുന്നത്. അച്ഛമ്മ പേടിക്കണ്ട, കഴുത്തതിലൊരു ചങ്ങല വീഴുമ്പം എല്ലാം മാറിക്കോളും. പോട്ടെ അച്ഛമ്മേ.